വാസസ്ഥലം. രചന വിജയശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. ഇന്ന് ജൂൺ 1, പള്ളിക്കൂടം തുറക്കുന്ന ദിനം. കുറുമൻ സൂര്യകിരണങ്ങളോടൊപ്പം എഴുന്നേറ്റു. പ്രാഥമിക കർമ്മങ്ങളും കുളിയുമൊക്കെ കഴിഞ്ഞു അടുക്കളയിലെത്തി. അടുപ്പിൽ കായ്കനികൾ വേവുന്ന മണം മൂക്കിലേക്ക് അരിച്ചു കയറി. അവൻ മൂക്കിലേക്ക് ആ ഗന്ധം പിടിച്ചെടുക്കുന്നത് കണ്ട് അവൻ്റെ അമ്മ അവനെ അരികിൽ പിടിച്ചിരുത്തി. "ഷെൻ്റെ പിള്ളയ്ക്ക് ഇപ്പം തരാം." കുറുമൻ അമ്മയുടെ ചാരത്തിരുന്നു. എന്നിട്ട് ചുറ്റും ഒന്ന് നോക്കി. "ഹൻഹത്തി ഹേ തേരാണോ?" അവൻ തല കുലുക്കി. "തൂങ്ങുവാ." അമ്മ എഴുന്നേറ്റ് അടുപ്പത്തിരുന്ന കലം ഇറക്കി വെച്ച് വാർത്തു. 2 മിനിറ്റോളം കാത്തിരുന്നിട്ട് നിവർത്തി. അതിൽ നിന്നും നെയ്യ് പോലെ മൃദുലമായ കാട്ടുകിഴങ്ങുകൾ ഒരു മൺപാത്രത്തിലാക്കി അവൻ്റെ മുമ്പിൽ വെച്ചു. മരം കൊണ്ട് നിർമ്മിച്ച ഒരു ഗ്ലാസ്സിൽ ചൂടുള്ള കാപ്പിയും കൊടുത്തു. അവൻ ഊതി ഊതി കിഴങ്ങും കാപ്പിയും അകത്താക്കി എഴുന്നേറ്റു. കൂട്ടുകാരെയൊക്കെ കാണാൻ കൊതിയായി. അവൻ വളരെ സന്തോഷത്തോടെ പുസ്തകസഞ്ചി തോളിലിട്ടു. അമ്മയോട് യാത്ര പറഞ്ഞു. ഒറ്റയടി പാതയിലൂടെ മൂളിപ്പാട്ടും പാടി നടന്നു. കുറച്ചു നടന്നു കഴിഞ്ഞപ്പോൾ അവന് തോന്നി, ഇങ്ങനെ പോയാൽ 1 മണിക്കൂറെങ്കിലും നടക്കണം. അവനൊരു എളുപ്പ വഴി അറിയാം. കാടിൻ്റെ കൊച്ചുമകനായ താൻ എന്തിനു പേടിക്കണം? എല്ലാവരും എൻ്റെ ബന്ധുക്കളല്ലേ. ഈ വൻമരങ്ങളും പുൽക്കൊടികളും കാട്ടുവള്ളികളും, പിന്നെ ആന, പുലി, കുറുക്കൻ, കുരങ്ങ്, മാൻ, പോത്ത്, കഴുകൻ, പട്ടി, പിന്നെ എത്ര തരം പക്ഷികളാ. എല്ലാവരെയും എനിക്കിഷ്ടാ. എല്ലാവരോടും സ്നേഹം മാത്രം. പണ്ടൊരിക്കൽ എൻ്റെ അപ്പ ചെളിക്കുണ്ടിൽ പുതഞ്ഞപ്പോൾ ഒരാന മുള പറിച്ചിട്ട് കൊടുത്ത കഥ കേട്ടിട്ടുണ്ട്. ചില മൃഗങ്ങളെ കാണുമ്പോൾ പേടി തോന്നും. അപ്പോൾ മലദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ പേടിയൊക്കെ പോകും. നല്ല ധൈര്യം തോന്നും." അവൻ കണ്ണുകൾ പൂട്ടി നിന്നു. മലദൈവങ്ങളെ അകക്കണ്ണിൽ കാണുന്നത് പോലെ 1 മിനിറ്റ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു കാട്ടുവള്ളിയിൽ പിടിച്ച് പയ്യെ ആടി. ഓരോ വള്ളികളിൽ പിടിച്ചാടി അന്തരീക്ഷത്തിലൂടെ അവൻ യാത്ര തുടർന്നു. പെട്ടെന്ന് വള്ളിയൊന്നും കിട്ടാതെ വന്നു. അവൻ വള്ളിക്കായി ചുറ്റും പരതി. അപ്പോൾ അവൻ കണ്ടു കുറെ മരമുത്തശ്ശിമാരുടെ ചുവടുകൾ മാത്രം. അവൻ ആ ചുവടുകൾക്ക് സമീപമെത്തി. ആ കാഴ്ച അവനെ വല്ലാതെ വേദനിപ്പിച്ചു. അവനെ കണ്ട് ആ മരച്ചുവടുകൾ തേങ്ങുന്നതായി തോന്നി. അവൻ്റെ മിഴികളും നിറഞ്ഞു തുളുമ്പി. ഓരോരുത്തരെയും അവൻ സങ്കടത്തോടെ തടവി. ഠേ ഠേ ഠേ. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വെടിശബ്ദമല്ലേ കേട്ടത്? അവൻ ആ ഭാഗം ലക്ഷ്യമാക്കി നടന്നു. അവിടെ അവൻ കണ്ടു. ആ കാഴ്ച അവനെ കൂടുതൽ ദുഃഖിപ്പിച്ചു. ഒരു സംഘം ആളുകൾ എത്തിയിട്ടുണ്ട്. കാടിൻ്റെ അഴകായ ആനകളെ വേട്ടയാടാൻ. ആനക്കൂട്ടം എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുന്നു. മേധാവായ കൊമ്പൻ മാത്രം അതാ തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. ആരോ കൊമ്പൻ്റെ നേർക്ക് വെടിവെക്കുന്ന കഠോര ശബ്ദം അവന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അവൻ നോക്കി നിൽക്കെ ആ കൊമ്പൻ നിലത്ത് വീണു. അവന് പൊട്ടിക്കരയണമെന്ന് തോന്നി. പരിഷ്കാരികൾ കാട്ടിൽ വന്ന് കാടിൻ്റെ മക്കളുടെ വാസസ്ഥലം നശിപ്പിക്കുക മാത്രമല്ല, അവരുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്നു. എതിർക്കാൻ വന്ന കൊമ്പനെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. ഇല്ല, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അവൻ്റെ കുഞ്ഞു മനസ്സ് അവസരത്തിനൊത്ത് ഉയർന്നു. അവൻ തിരിച്ചു നടന്നു. എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം കാടിൻ്റെ ഭാഷയാണ്. ധാരാളം പക്ഷികളും മൃഗങ്ങളും ഓടിയെത്തി. അവൻ കാണിച്ച ദിശയിലേക്ക് എല്ലാവരും ഓടി. അവൻ പിന്നാലെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവന് ഒത്തിരി സന്തോഷം നൽകി. പക്ഷി മൃഗാദികൾ ഒറ്റക്കെട്ടായി എല്ലാവരെയും ഓടിച്ചിരിക്കുന്നു. പക്ഷേ കൊമ്പൻ വീണ് കിടക്കുകയാണ്. സമീപത്തായി കുരങ്ങന്മാർ 2 പേരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവർ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അവൻ അവരുടെ അടുത്തെത്തി. വിറയ്ക്കുന്ന കൈകളോടെ ഒരു കുറിപ്പ് അവൻ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു. കൊമ്പന് ഒന്നും സംഭവിച്ചിട്ടില്ല. വെച്ചത് മയക്കുവെടിയാണ്. 3 മണിക്കൂർ കഴിയുമ്പോൾ കൊമ്പൻ ഉണരും. ഈ മരുന്ന് കൊടുത്താൽ വേഗം സുഖം പ്രാപിക്കും. മരുന്നില്ലാതെയാണോ നിങ്ങൾ വന്നത്? അവൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവർ നിശബ്ദരായി. അവൻ തുടർന്നു. ഈ കാട് ഞങ്ങളുടെ വീടാണ്. ആനകൾ ഇവിടത്തെ കാവൽക്കാരും. നിങ്ങൾ എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി കൊട്ടിഘോഷിക്കാറുണ്ടല്ലോ. നോക്കൂ, എത്ര മരങ്ങളാണ് അടിച്ചു മാറ്റിയത്. ഒരു മരമെങ്കിലും വളർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ വർഷവും എത്ര തൈകളാണ് ആഘോഷപൂർവ്വം നട്ടു നശിപ്പിക്കുന്നത്. ഒപ്പം ജനങ്ങളുടെ പണം ദൂർത്തടിക്കുകയും ചെയ്യുന്നു. നാട്ടുമനുഷ്യരായ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾക്കും കൂടി വായുവും വെള്ളവുമൊക്കെ ദാനം നൽകുന്ന ഈ മുത്തശ്ശി മരങ്ങളെ തന്നെ മുറിച്ചു കൊണ്ടുപോയില്ലേ? അതുകൊണ്ടല്ലേ ആനക്കൂട്ടം ഉപദ്രവിക്കാൻ വന്നത്? നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ വാസസ്ഥലം കയ്യേറുന്നത് എന്നല്ലേ അവർ ചോദിക്കുന്നുള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ മനുഷ്യരാകാൻ ശ്രമിക്കൂ." മരുന്നിൻ്റെ കുറിപ്പടിയുമായി അവൻ വേഗം നടന്നു.